നമുക്കൊരു പാൽപ്പുട്ട് പരീക്ഷിച്ചാലോ? പുട്ടുപൊടിയിലേക്ക് പാകത്തിന് ഉപ്പിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കുതിർത്ത് വെക്കണം ഒരു 10-15 മിനിറ്റ് വരെ. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും പാലാകുന്നവരെ. എന്നിട്ട് അടച്ചു വെക്കാം. പുട്ടുപൊടി സെറ്റ് ആകുമ്പോൾ വേറൊരു പണി ചെയ്യാം. ചിരകിയ തേങ്ങയും ക്യാരറ്റും വഴറ്റിയെടുക്കണം നെയ്യിൽ. ഏലക്കപ്പൊടിയും പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇത് നല്ലപോലെ വേവൊന്നും വേണ്ട, പുട്ട് ചുടുമ്പം അതിൻ്റെ കൂടെ വെന്തോളും. ഇതിന് കുറച്ച് മാറ്റി വെച്ച് ബാക്കി പുട്ടുപൊടീൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. അതിന് മുന്നേ പുട്ടുപൊടീൻ്റെ കട്ടയിൽ ഇങ്ങനെ ഉടച്ചെടുക്കണം. എന്നിട്ട് സാധാരണ പുട്ട് ചുടുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നല്ല മധുരമുള്ള പാൽപുട്ട് റെഡിയായി. അപ്പം എൻ്റെ പരീക്ഷണം വിജയകരമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം.